വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദി ഹങ്കർ ട്രാവലർ. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ മുരിങ്ങയ്ക്ക കറിയാണ്. സാധാരണ രീതിയിൽ നമ്മൾ പരിപ്പും മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടെ വെക്കും. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരു മുരിങ്ങയ്ക്ക കറി ഉണ്ടാക്കുകയാണ്. നല്ല നാടൻ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ റെസിപ്പി ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മുരിങ്ങയ്ക്ക 4 എണ്ണം ഫ്രഷ് ആയിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് അരിഞ്ഞെടുക്കണം. ഒരു മീഡിയം സൈസ്, നമ്മൾ സാമ്പാറിനൊക്കെ അരിയുന്ന സൈസിൽ അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് മൂവാണ്ടൻ മാങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പച്ചമാങ്ങയാണോ കിട്ടുന്നത് അതെടുക്കുക. ഇത് മുഴുവനായിട്ട് ചേർക്കില്ല. മൂവാണ്ടൻ മാങ്ങയ്ക്ക് നല്ല പുളിയായിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. അത് കാണിച്ചു തരാം. 1 കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതും നീളത്തെ കട്ട് ചെയ്ത് വെക്കണം. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. സബോളയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 പിടി ചെറിയ തേങ്ങ അരച്ചിട്ട് ഇതിൻ്റെ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് നമുക്ക് ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇത് 3 കൂടിയിട്ടാണ് അതിനകത്തിരിക്കുന്നത്. 2 കപ്പുണ്ട്. 2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഓയിലും വേണം. വെളിച്ചെണ്ണയാണ് വേണ്ടത്. ഒരു മൺചട്ടി ചൂടാക്കാൻ വയ്ക്കുക. ചൂടായിട്ട് വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുകും ഉലുവയും വറ്റൽ മുളകും ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതിലേക്ക് 1/2 കപ്പ് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ ഉള്ളി ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം. ബ്രൗൺ കളർ ആവാനായിട്ട് നിൽക്കണ്ട. ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, മല്ലിപ്പൊടിയാണ് നമ്മളിവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ 4 മുരിങ്ങയ്ക്ക് ഇവിടെ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മസാലകളൊക്കെ ഇതിലേക്ക് പുരണ്ട് വരുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയൊക്കെ മുരിങ്ങക്കായ്മ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് തേങ്ങാപ്പാലുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എല്ലാം മിക്സ് ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം നല്ല ലൂസായിട്ടാണ് വേണ്ടത്. ചാറാണല്ലോ, ചാറ് കറിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം മാങ്ങ, ആ മൂവാണ്ടൻ മാങ്ങയുടെ ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് അത് ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് വേവിക്കാനായിട്ട് വെക്കണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൂത്ത മുരിങ്ങയ്ക്കാണെങ്കിൽ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ചൊന്ന് ചൂടായതിന് ശേഷം മാത്രം അടച്ചു വെച്ചാൽ മതി. ഞാനിവിടെ അടച്ചു വെക്കുന്നില്ല, കാരണം എൻ്റെ അധികം മൂക്കാത്ത മുരിങ്ങയ്ക്കയാണ്. അപ്പോൾ അത് പെട്ടെന്ന് എനിക്ക് വെന്ത് കിട്ടും. മാങ്ങയും അതിൻ്റെ ഒപ്പം തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് തിള വന്ന് നമ്മുടെ മുരിങ്ങയ്ക്ക വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളി നാടൻ ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്ന. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണേ. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.